ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊരിക്കൽ കൂടി കണ്ടുമുട്ടുകയാണ് വീണ്ടും. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നമ്മൾ പരിചിന്തനം ചെയ്യുന്ന പല പംക്തികൾ കണ്ടു കഴിഞ്ഞു. അതുതന്നെ തുടരുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പലരുടെയും മനസ്സിൽ ഉയർന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ദൈവം ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത്? അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പറയും. അതിതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 1 മുതൽ ഞാൻ വായിക്കാം. 1-ാം വാക്യം മുതൽ. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനുമായിട്ടാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. വളരെ കൃത്യമായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരികയാണ് എന്തിനാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത്. ഒന്നാമതായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്, ദൈവമെല്ലാം തൻ്റെ വചനത്താലാണ് സൃഷ്ടിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. ദൈവത്തിൻ്റെ വചനം സജീവമാണ്. എബ്രായ ലേഖനം 4:12 പറയും, അത് ഊർജ്ജസ്വലമാണ്, ഊർജ്ജമുള്ളതാണ്, സജീവമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിരിക്കും. ഏതാണ് ഉണ്ടാകാൻ പറഞ്ഞത്? അത്. ഇനി അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത്തെ കാര്യം പറയുന്നത്, സൃഷ്ടികളുടെ മേൽ ആധിപത്യം പുലർത്താൻ വേണ്ടിയിട്ടാണ്. ആധിപത്യം നമുക്കറിയാം, പലതരമുണ്ട്. ഒന്ന്, ഒരു ദുഷ്ടനായ ഒരു ചക്രവർത്തിയെ പോലെയുള്ള ആധിപത്യം പുലർത്താം. അങ്ങനെയുള്ള ആധിപത്യമല്ല. ഈ ആധിപത്യം എന്തിനു വേണ്ടിയിട്ടാണെന്നും ഏത് തരത്തിലുള്ളതാണെന്നും പിന്നീട് വരുന്ന വാചകം പറയും. അത് നമ്മൾ വായിച്ചു. രണ്ടാമത് പറയുന്നത്, ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധിയിലും നീതിയിലും എന്ന് പറയുമ്പോൾ അതെന്താ അർത്ഥമാക്കുന്നത്? നമുക്കിന്ന് പറഞ്ഞ് വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു മേഖലയിലേക്ക് അത് ഒതുങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രകൃതിയാണ്. നീതി എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രകൃതിയാകുന്നത്. നമ്മൾ നീതി എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം, എനിക്ക് അർഹിക്കുള്ള അർഹതയുള്ളത് കിട്ടണം, അല്ലെ വേറൊരാൾക്ക് അർഹതയുള്ളത് കൊടുക്കണം. അതിനെയാണല്ലോ നമ്മൾ നീതി എന്ന് വിളിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഭാഷയിൽ, ക്രൈസ്തവമായ ഭാഷയിൽ നീതി അതല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ നീതി ചുങ്കക്കാരുടെയും നിയമജ്ഞരുടെയും ഫരിസയരുടെ ഒക്കെ നീതി അത് ലംഘിക്കണം. അത് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അവർ കൃത്യം കിട്ടാനുള്ളത് മേടിക്കുന്നു, കൊടുക്കാനുള്ളത് കൊടുക്കുന്നു. അതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. അതിനെ അതിലംഘിക്കുമ്പോൾ 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് അവൻ്റെ കൂടെ 2 മൈൽ നടക്കും. ഉടുപ്പ് ചോദിക്കുന്നവന് പുറങ്കുപ്പായം കൂടി കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതിനെയാണ് നീതി എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നീതിമാന്മാരായിട്ട് കരുതപ്പെടുന്ന പലരുണ്ട്. നോഹ നീതിമാനായിരുന്നു. ലോത്ത് നീതിമാനായിരുന്നു. യോസേഫ് പിതാവ് നീതിമാനായിരുന്നു. അവരൊക്കെ എന്താ ചെയ്തത്? അവരൊക്കെ ചെയ്തത് ദൈവം പറഞ്ഞ് കൃത്യമായിട്ട് അനുസരിച്ചു. ദൈവം പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. തങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും ഇതൊന്നും നോക്കിയില്ല. പെട്ടകമുണ്ടാക്കിയപ്പോൾ നോഹ ചിന്തിച്ചില്ല, അയ്യോ എന്തൊരു ചിലവായിരിക്കും ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ, ആരെ കൊണ്ട് പറ്റും ഇത്രയും പണം മുടക്കാനായിട്ട്? എനിക്കെന്താ ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്? ഈ ഭൂമിയിലുള്ള സകലമാന ജീവികളെയും അതുപോലെയുള്ള മറ്റ് ജന്തുക്കളെയൊക്കെ ഏറ്റിയിട്ട് എനിക്കെന്ത് കിട്ടാനാ എന്നല്ല നോഹ ചിന്തിച്ചത്. ദൈവം അത് പറഞ്ഞു, ദൈവം പറഞ്ഞതനുസരിച്ച് ചെയ്തു. അത് നീതിമാന്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ പ്രകൃതിയാണത്. ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്തു. അത് ദൈവത്തിൻ്റെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നീതി എന്ന് പറയുന്നത്. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ അബ്രാഹത്തെക്കുറിച്ച്, അബ്രാഹം നീതിമാനായിരുന്നു എന്ന് പറയുന്നു. അബ്രാഹം ദൈവവുമായിട്ട് വാദിക്കുന്ന ഒരു രംഗമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. സോദോം ഗൊമോറ ദേശത്തെ നശിപ്പിക്കാനായിട്ട് വരുന്ന അവസ്ഥയിൽ തൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഒരു സ്വഗത രൂപത്തിൽ അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, അല്ല ഞാനെന്തിനാ അവനിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്?
എന്ന് പറഞ്ഞിട്ട് ഈ അബ്രാഹത്തോട് പറയും, ഈ സൊദോം ഗൊമോറയെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അബ്രാഹം വാദിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ അങ്ങനെ നശിപ്പിക്കല്ലേ എല്ലാം, അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിലോ? ദൈവം പറഞ്ഞ ആയിക്കോട്ടെ, 50 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അബ്രാഹത്തിന് മനസ്സിലായി അത്രയും കാണുകയില്ല. എന്നാൽ പിന്നെ ഒരു 45 ആയാലോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് അബ്രാഹം പറഞ്ഞ ഒരാൾ പോലും ആ സൊദോം ഗൊമോറ ദേശത്ത് നീതിമാനായിട്ടില്ല, ലോത്തല്ലാതെ. പിന്നെ അബ്രാഹത്തിനൊന്നും പറയാനില്ല. ഈ അബ്രാഹത്തിൻ്റെ പ്രകൃതിയാണ് നീതി എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ദൈവത്തോട് വാദിക്കുന്നത്? അങ്ങനെ വാദിച്ചിട്ട് അബ്രാഹത്തിന് എന്ത് കിട്ടാനാ? അബ്രാഹത്തിനൊന്നും അർഹതയില്ല കിട്ടാനായിട്ട്. എങ്കിലും ദൈവത്തിൻ്റെ പ്രകൃതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ഒക്കെ ഉള്ള മനുഷ്യർ അതാണ് ചെയ്യുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, ദൈവം ഈ ഇസ്രായേൽ ജനതയെ പലപ്പോഴും ശിക്ഷിക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന രംഗങ്ങളുണ്ട്. അവർ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതെ വരുമ്പോൾ, ദൈവത്തിനെതിരെ മറുതലിക്കുമ്പോൾ, അപ്പോഴൊക്കെ ദൈവം ഇങ്ങനെ വളരെ ക്രുദ്ധനായിട്ട് പറയും, ഇവരെ ഇപ്പം ഞാൻ കൊല്ലും, ഒരെണ്ണത്തിനെ പോലും കാനാൻ ദേശത്ത് കയറാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ മോശ കമിഴ്ന്നടിച്ച് വീണ് പ്രാർത്ഥിച്ചുകൊണ്ട്, മാറത്തലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ പലതുണ്ട്. ദൈവമേ നീ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്താൽ ഈജിപ്തുകാരെന്ത് പറയും? ഈ മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ജനതയെ കൊണ്ടുവന്ന് പറയല്ലേ? അങ്ങനെയൊന്നും ചെയ്യരുത്. ദൈവത്തെ ഉപദേശിക്കുന്ന മോശയെ നമുക്ക് കാണാം. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ മോശ നീതിമാനായിരുന്നു. അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ദൈവം പറയും നിങ്ങളെയൊക്കെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ കൊല്ലണം, അതാണ് നമുക്ക് ചെയ്യേണ്ടത്, ഒരെണ്ണത്തിന് വെച്ചേക്കരുത് എന്നല്ലേ പറയേണ്ടിയിരുന്നത്. പകരം മോശ ദൈവത്തോട് വാദിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട്. ശരിയാണ്, അവർ തെറ്റ് ചെയ്തവരാണ്, എങ്കിലും നിന്റെ ജനമല്ലേ അവർ. ഇതാണ് ഈ നീതി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ യോസേപ്പിൻ്റെ കാര്യത്തിൽ യോസേപ്പ് ന്യായമായിട്ട് അന്നത്തെ നിയമം അനുസരിച്ച് മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നതും. പക്ഷെ അത് ചെയ്യാതെ തനിക്ക് പിന്നീട് പ്രശ്നം ഉണ്ടാകാം എന്നുള്ള ആ ഒരു പേടിയുണ്ടെങ്കിലും മറിയത്തിൻ്റെ പേരിന് ഒരല്പം പോലും കളങ്കമില്ലാത്ത രീതിയിൽ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനാണ് തീരുമാനിക്കുന്നത് യോസേപ്പ്. ആ സമയത്താണ് യോസേപ്പിനെ നീതിമാനെന്ന് വചനം വിളിക്കുന്നത്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം കേവലം ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു ശുദ്ധി പാലിച്ചു, അല്ലെങ്കിൽ ശാരീരികമായ ശുദ്ധി പാലിച്ചു, അതല്ല. അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക, ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുക എന്നുള്ളതാണ് ഈ വിശുദ്ധിയിൽ ആയിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ആ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദത്തെ പോലെ ഹവ്വായെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. പാപം ചെയ്യാത്ത അവസ്ഥയിൽ ആദത്തിനും ഹവ്വായ്ക്കുമൊക്കെ എന്തൊരു സൗഭാഗ്യമായിരുന്നു. ആ പറുദീസായിൽ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം നടക്കാനിറങ്ങുന്നു, അവരെ വിളിക്കുന്നു, ദൈവം അവരെ കൂട്ടിക്കൊണ്ട് നടക്കാൻ പോകുന്നു. പക്ഷെ പാപം ചെയ്തതോടുകൂടി അതെല്ലാം പോയി. അങ്ങനെ ആ ദൈവത്തോടു കൂടി നടക്കുന്ന ആദ്യത്തെ അവസ്ഥയിലേക്ക് പോവുക, അതാണ് നീതിയിലും വിശുദ്ധിയിലുമൊക്കെ എന്ന് പറയുന്നത്. ആ പ്രകൃതിയാണ് നമ്മൾ വിശുദ്ധി നീതി, ആ പ്രഥമ മനുഷ്യൻ്റെ, ആദിമ മനുഷ്യൻ്റെ ആ വിശുദ്ധിയിലേക്ക്, ആ അവസ്ഥയിലേക്ക് തിരികെ പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ആധിപത്യം സ്ഥാപിക്കണം, ഇതിനെ ഭരിക്കണം. ഇനി വേറെന്ത് വേണം? ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ശക്തിയില്ലാതെ പറ്റില്ലല്ലോ. അതുപോലെ ഭരിക്കണമെങ്കിലും ശക്തി വേണം. ഭരിക്കണമെങ്കിൽ ഭരണ സംവിധാനത്തിൽ ആൾ വേണം, ശക്തി വേണം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഭരിക്കുക? നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ്. വാസ്തവത്തിൽ ദൈവം ഈ സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ഇതൊക്കെ കണ്ടിരുന്നോ? മുൻകൂട്ടി കണ്ടിരുന്നോ? അങ്ങയുടെ മുമ്പിൽ 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയൊക്കെയല്ലേ ഉള്ളൂ. ദൈവത്തിന് സമയവും കാലവും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാം. ഒരു കാലഘട്ടത്തിൽ പ്രഭു ഭരണോ രാജഭരണോ ചക്രവർത്തി ഭരണോ ഒക്കെ ആയിരുന്നിരിക്കാം. അന്ന് ചക്രവർത്തി എല്ലാം ചെയ്തു തരുന്നു. പ്രത്യേകിച്ച് ജനതയ്ക്ക്, പ്രജകൾക്ക് അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നുമില്ല. പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെയല്ലല്ലോ. അവിടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ഭരണത്തിലേക്ക് വരണമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ളവരാണ് കയറി വരിക. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ ആ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനായിട്ട് നിർണയിക്കപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യണം? അവർക്ക് ഈ രീതിയിൽ ഭരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തെ അങ്ങനെ ആക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. ദൈവം ഇതൊക്കെ തീർച്ചയായിട്ടും മുൻകൂട്ടി കണ്ടു തന്നെയാണ്. കാരണം ദൈവത്തിന് സമയവും കാലവുമില്ല, എല്ലാം ഒരുപോലെയാണ്, എല്ലാം ഇന്നാണ്. അതുകൊണ്ട് തന്നെ ദൈവം മുൻകൂട്ടി കണ്ട ഈ കാര്യത്തിൽ
നമ്മൾ എന്തുമാത്രം ശ്രദ്ധ പതിപ്പിച്ചു എന്നുള്ളതാണ്. ഭരിക്കാനായിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ആളുകൾ ഭരണത്തിലുണ്ടാകണം. ദൈവത്തിൻ്റെ നിയമങ്ങളെ മാനിക്കുന്നവർ ഭരണത്തിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നാട് നന്നാവുകയുള്ളൂ. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് എല്ലാം നന്നായിരിക്കുന്നെന്നാണ് പറഞ്ഞത്. എല്ലാം നന്നായിരിക്കുന്നു. ഓരോ ദിവസവും സൃഷ്ടികടമ നടത്തിയിട്ട് ദൂരേക്ക് മാറി നോക്കും, എങ്ങനെയുണ്ട്? എല്ലാം നന്നായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് സൃഷ്ടിച്ച ഈ ഭൂമിയെ അങ്ങനെ തന്നെ നിലനിർത്തണം. അങ്ങനെ തന്നെ നിലനിർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ആ തരത്തിലുള്ള വിശുദ്ധിയും നീതിയുമൊക്കെ ഉള്ള മനുഷ്യരിവിടെ ഭരിക്കണം, എങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഭരിക്കണമെങ്കിൽ എന്ത് വേണം? ആള് വേണം. ഈ ആള് നമുക്ക് ഇന്ന് വലിയൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണിത്. നമ്മളെപ്പോഴും വിലപിക്കുന്നു, നമ്മുടെ വീടുകളിൽ മക്കളില്ല, നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും കുടിയേറി പോകുന്നു, നമ്മുടെ കുട്ടികൾ കല്യാണം വേണ്ട, കല്യാണം കഴിച്ച മക്കൾ വേണ്ട. എന്താ കാരണം? കാരണം നമ്മൾ ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഈ വഴികൾ, ഈ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. പറഞ്ഞു കൊടുത്തില്ല, അത് തന്നെയാണ് കാരണം, വേറൊന്നുമല്ല. നിരന്തരമായിട്ട് നമ്മൾ ഇക്കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിയില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഭരണതലങ്ങളിലേക്കൊക്കെ വരുന്ന എന്തോ ഒരു മോശം കാര്യമായിട്ട് നമ്മൾ വിചാരിച്ചു. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് ഡോക്ടറും എൻജിനീയറും നേഴ്സും ഒക്കെ ആക്കിയാൽ മതിയെന്നാണ്. നമ്മളതുകൊണ്ടാണല്ലോ നമ്മുടെ സഭയിലാണെങ്കിലും അനേകം മെഡിക്കൽ കോളേജുകളും നേഴ്സിംഗ് കോളേജുകളും BEd കോളേജുകളും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ ഈ ഭരണത്തിലേക്ക് വരാനായിട്ട് ഉള്ളവരെ പരിശീലിപ്പിക്കുന്ന ഒന്നും ഉണ്ടാക്കിയില്ല. ഭരണത്തിൽ നീതിയിലും വിശുദ്ധിയിലുമൊക്കെ ജീവിക്കുന്നവരില്ലെങ്കിൽ ഭരണം ശരിയാവില്ല. ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കില്ല. നമ്മൾ നിരന്തരമായിട്ട് സമരം ചെയ്യും, സർക്കാരിനെതിരെ ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്? അവിടെ നമുക്ക് ഒന്നും ചെയ്യാനുള്ളവരില്ല, അതുകൊണ്ടല്ലേ. ഈ സമരമൊന്നും വേണ്ടി വരില്ലായിരുന്നല്ലോ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ മുഖം നോക്കാതെ ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനായിട്ടാണ്. ഭരിക്കാൻ മാത്രമല്ല, വിധികൾ പ്രസ്താവിക്കാൻ വേണ്ടി കൂടിയാണ്. വിധികൾ പ്രസ്താവിക്കുന്ന എവിടെയാണ്? വഴിയിലല്ലല്ലോ, വീട്ടിലുമല്ല, അത് കോടതിയിലാണ്. കോടതിയിലേക്ക് വിധി പ്രസ്താവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് ആരാണ്? അത് പോലീസാണ്. അതുപോലെയുള്ള അന്വേഷണ ഏജൻസികളാണ്. ചുരുക്കത്തിൽ ആ കോടതിയിൽ കിട്ടുന്നത് സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന വിധികളും അതുപോലെ ഇരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ അന്വേഷണ ഏജൻസികൾ, അതിലുള്ളവർ, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, കോടതിയിലുള്ളവർ എല്ലാവരും ദൈവത്തിൻ്റെ വഴികളിൽ ചരിക്കുന്നവരാകണം, നീതിബോധമുള്ളവരാകണം, വിശുദ്ധിയുള്ളവരാകണം. അത് ഏതെങ്കിലും തരത്തിലല്ല, ഈ പറയുന്ന രീതിയിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ വിശുദ്ധിയിലും നീതിയിലുമൊക്കെ ചരിക്കുന്നവരാകണം. അതുപോലെ അവിടെ അങ്ങനെയൊക്കെ ചരിക്കാനായിട്ട് ആൾ വേണം. നമ്മൾ തത്വം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ വിധികൾ പ്രസ്താവിക്കാനായിട്ട് മുൻസിഫുമാരും മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ വിധി നടക്കുകയുള്ളൂ. അവിടെ ആരെങ്കിലും ഇല്ലെങ്കിലോ നമ്മൾ ഈ മുൻസിഫുമാരെ ട്രെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാരെ ജഡ്ജിമാരെ ട്രെയിൻ ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ കോളേജ് പോലെ നമ്മൾ സ്ഥാപിച്ചോ? ഇല്ല. നമ്മൾ പെട്ടെന്ന് ഈ മാസശമ്പളം കിട്ടുന്ന, നല്ല പൈസ കിട്ടുന്ന ജോലിയെക്കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ. പക്ഷെ നമ്മൾ ഓർക്കണം, അങ്ങനെയുള്ളവരും ജീവിക്കുന്നത് ഈ ഭരണത്തിൻ്റെ കീഴിലാണ്. ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഭരിക്കുന്നവർ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരാകണം. ഇല്ലെങ്കിൽ അതുപോലെയുള്ള ഭരണമേ ഉണ്ടാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പരിധിവരെ സ്വാർത്ഥരായിപ്പോയി. ഉൽപ്പത്തിയുടെ പുസ്തകം 18:19 അബ്രാഹത്തിനെ കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അവനെ എന്തിനാണ് ഞാൻ സൃഷ്ടിച്ചത്? അതേക്കുറിച്ച് അവനെ തിരഞ്ഞെടുത്തത് നീതിയും ന്യായവും പ്രവർത്തിച്ചിട്ട് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കാൻ അവൻ്റെ മക്കളോടും അവരുടെ പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനുമാണ്. അങ്ങനെ ഞാൻ അവനോട് ചെയ്ത വാഗ്ദാനം ഈ ലോകത്തിൽ പൂർത്തിയാകാൻ വേണ്ടിയാണ്. ഇന്ന് നമുക്ക് പലപ്പോഴും കൽപ്പിക്കേണ്ടെന്നാലും മാന്യമായിട്ട് സൗമ്യമായിട്ടും ഒക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിൽ പോലും നമ്മൾ അമാന്തം കാണിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമല്ല, അത് മക്കൾ വലുതാകുമ്പോൾ ചെയ്തോട്ടില്ല. ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, മക്കൾ വലുതാവുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മതമോ വിശ്വാസമൊക്കെ തിരഞ്ഞെടുത്തോട്ടെ. ഇങ്ങനെ പറയുന്ന മാതാപിതാക്കൾ പോലും അവരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ അവർക്ക് ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നല്ല സ്കൂൾ തിരഞ്ഞെടുക്കുന്നു, നല്ല വസ്ത്രം തിരഞ്ഞെടുക്കുന്നു, രോഗം വരുമ്പോൾ പോകേണ്ട നല്ല ആശുപത്രി തിരഞ്ഞെടുക്കുന്നു, നല്ല പേര് തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ അവർ മാതാപിതാക്കളെ കുട്ടികൾ എങ്ങനെ വിളിക്കണം എന്നുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു.
ഇതെല്ലാം ചെയ്യുന്ന മാതാപിതാക്കൾ പറയുകയാണ്, എന്ത് പറയുന്നു? കുട്ടികൾ അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ വിശ്വാസം തിരഞ്ഞെടുത്തുകൊള്ളട്ടെ. ഇതിനോട് ഇടകൊണ്ട് മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ കയറി വരുമെന്നുള്ള ചിന്ത അവർക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ജീവിക്കുന്ന ചുറ്റുപാടുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ രീതിയിൽ നമുക്ക് ഈ ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും അതുപോലെ തന്നെ ഈ ലോകത്തെ നീതിയിലും വിശുദ്ധിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനും ആളുണ്ടാവണമായിരുന്നു. അതില്ലാത്തത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല. കാരണം ദൈവം ആദ്യം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവിടെ പറഞ്ഞത് എന്താണ്? അവിടെ പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 28-ാം വാക്യം, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെയും വീണ്ടും പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഈ വിശുദ്ധ ഗ്രന്ഥമൊന്നും വായിക്കാത്തതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ കുർബാനയിൽ മാത്രം, കൂദാശയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ്. അപ്പോഴിങ്ങനെയുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ പറ്റാവുന്ന ആ വലിയ അപകടമുണ്ട്. നമ്മൾ പുറന്തള്ളപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ പുറന്തള്ളപ്പെടുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല, അത് പഠിപ്പിച്ചില്ല, അതുപോലെ തന്നെ അത് മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചുമില്ല. 78-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ 78-ാം സങ്കീർത്തനം കൃത്യമായിട്ട് പറയും. അതായത് എങ്ങനെയാണ് നമ്മൾ മക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്, പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി, ഇസ്രായേലിന് നിയമവും. ഈ നിയമങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരും മത്സരബുദ്ധികളും ചഞ്ചല ഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും ആകരുത്. അതായത് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മളോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പറഞ്ഞതെന്നുള്ള അർത്ഥത്തിലല്ല. മിനിമം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്, നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും ഒന്നും അവിടുന്ന് കാണാതിരിക്കുന്നില്ല, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പറയാനായിട്ട് മറന്നുപോയി എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കുറേയധികം ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വേദപാഠം പഠിക്കുന്നുണ്ട്, അത് ശരിയാണ്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് ഈ മക്കളെ ഇതുപോലെ പരിശീലിപ്പിക്കാനായിട്ട് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ ഓർക്കുന്ന എൻ്റെ മാതാപിതാക്കൾ പറയുമായിരുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ എല്ലാം ബൈബിൾ വായിച്ച് വ്യാഖ്യാനിച്ച് തരുമെന്നല്ല. അന്ന് ബൈബിളൊന്നും അവിടേക്കില്ല, വായിക്കാൻ സമയമില്ല, ഒരുപാട് പണികൾ. പക്ഷേ അവർ വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ, നമ്മൾ വലിയ തത്വങ്ങളും ഡോക്മയൊക്കെ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായ വാക്കുകളിലൂടെ അവർ പറഞ്ഞു തരുമായിരുന്നു. എന്തെങ്കിലും പ്രയാസപ്പെട്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ പ്രയാസം വരുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണ്? സാരമില്ല മക്കളെ, ദൈവം കാണുന്നില്ലേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം വരുമ്പോൾ വേദനയാണെന്ന് പറയുമ്പോൾ, സാരം മക്കളെ, അത് പ്രാർത്ഥിച്ചാൽ ദൈവം അതൊക്കെ ശരിപ്പെടുത്തും, പേടിക്കേണ്ട കാര്യമില്ല, ദൈവം നമ്മളെ കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അവരെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകും, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന്, എന്നെ കാത്തുകൊള്ളണമേ, ഈ യാത്രയിൽ എപ്പോഴും എന്നോട് കൂടി ആയിരിക്കണമേ എന്ന്. പക്ഷേ ഇന്ന് നമുക്കന്നിങ്ങനെയൊന്നും പറയാൻ കഴിയുന്നില്ല. ഏതാണ്ട് 2 കൊല്ലം മുമ്പ് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഒരിടവകയിൽ നിന്ന് എന്നെ മറ്റൊരു ഇടവകയിലേക്ക് കൊണ്ടുപോയതൊരു അവിടെ തന്നെയുള്ളൊരു കുടുംബമാണ്, അമേരിക്കൻ കുടുംബം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ചു, പ്രാർത്ഥിച്ചു, കണ്ണടച്ച്. അപ്പോൾ ഈ ഓടിച്ചിരുന്ന ഒരു സ്ത്രീയാണ്, അവിടുത്തെ കുടുംബനാഥയാണ്. അവരെന്നോട് ചോദിക്കുകയാണ്, സോ യു ആർ പ്രേയിങ്? I said, yes. So you don't believe me?
യു തിങ്ക് ദാറ്റ് ഐ കനോട്ട് ഡ്രൈവ് പ്രോപ്പർലി? എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് അറിഞ്ഞുകൂടുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അപകടത്തിൽപ്പെടുമെന്നാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് ചിന്തയില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പം തന്നെ ഇറക്കി പോകുമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് നീ അങ്ങനെ പ്രാർത്ഥിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും എവിടെ ഇറങ്ങുമ്പോഴും ഞാൻ ദൈവത്തെ ഓർത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. അതെല്ലാം ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇറങ്ങുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ അങ്ങനെ സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഈ യാത്ര ശുഭകരമാകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അത് താങ്കളുടെ ഡ്രൈവിങ്ങിൻ്റെ ആ കഴിവിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല, എവിടെയെങ്കിലും അപകടം സംഭവിക്കുന്നുള്ള വിശ്വാസം കൊണ്ടും അല്ല. അങ്ങനെയുള്ള സംശയമൊന്നും എനിക്കില്ല. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടം വരെ ചെന്നെത്തിയെന്ന് നോക്കിക്കൊള്ളുക. നമുക്ക് പ്രാർത്ഥിക്കുന്നത് പോലും എന്തോ ഒരു കുറവാണെന്നോ നമ്മുടെ കഴിവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണെന്നോ എന്നൊക്കെയുള്ള ചിന്തയാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, ഇനി എനിക്ക് ദൈവത്തെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പം പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് പൊങ്ങുന്ന സമയത്ത് കുരിശ് വരയ്ക്കും. കുരിശ് വരച്ച് ഒരു 2 സെക്കൻഡ് ഒന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കും. എന്ന് വിചാരിച്ചാൽ ആ പ്ലെയിൻ താഴെ വീഴുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനെ ശുഭകരമാക്കണമേ എന്ന്, അത്രേ അർത്ഥമുള്ളൂ. അതുപോലെ തന്നെ പ്ലെയിൻ ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം, ആ സമയത്തൊക്കെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ആ സമയത്ത് എൻ്റെ പ്രാർത്ഥന എന്താണ്? ഞാൻ മാത്രമല്ലോ അതിനകത്തുള്ളത്, എന്നെ മാത്രം രക്ഷിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ അതിനകത്തുള്ള എല്ലാവരും മരിക്കും. ആ പൈലറ്റിന് അല്ലെങ്കിൽ അതിനകത്തുള്ള പ്ലെയിൻ പറത്തുന്നവർക്ക് അപകടമൊന്നും സംഭവിക്കല്ലേ, എൻ്റെ കൂടെയുള്ളവർക്ക് അപകടമൊന്നും സംഭവിക്കല്ലേ. അതുപോലെ അതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇവരെ നിയന്ത്രിക്കുന്ന ATC കൺട്രോൾ ടവറിലുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കല്ലേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. അത് ഈ ലോകം മുഴുവൻ നന്നായിട്ട് ആയിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ, അത് എനിക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പോലും അത് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അങ്ങ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ വിശ്വാസം പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമുക്കെല്ലാം ഉണ്ട്, ഇനി യാതൊരു കുറവുമില്ല. വചനം തന്നെ എപ്പോഴും പറയും, നമുക്കെല്ലാം കിട്ടിക്കഴിയുമ്പോൾ എനിക്കെല്ലാമായി, ഇനിയൊന്നും എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം മനുഷ്യന് പൊതുവേ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ മറന്നു പോകാതിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവം സൃഷ്ടിച്ചതെന്ന് മറന്നു പോകാതിരിക്കുക. അത് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ, ഈ ലോകത്തിൽ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെപ്പോലെ ദൈവത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് ഇതിനെ ഭരിക്കാൻ, അതിനുവേണ്ടി ആളുണ്ടാകാൻ, എല്ലാ തലങ്ങളിലും നമ്മുടെ ആളുകൾ ആ രീതിയിൽ ഭരിക്കാൻ, അതുപോലെ ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാൻ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപക്ഷെ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങാൻ, അങ്ങനെ പരിശീലിപ്പിച്ച് അവർ വിധി പ്രസ്താവിക്കപ്പെടുന്ന കോടതികളിലേക്കും അതുപോലെ ആ അന്വേഷണ ഏജൻസികളിലേക്കുമൊക്കെ വരാൻ വേണ്ടി തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ക്രൈസ്തവർക്ക് ഈ വലിയ ദൗത്യമാണ് ഈശോ തന്നിരിക്കുന്നത്. അതിനെയാണ് ഈ മനുഷ്യരക്ഷ എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും അത്തരത്തിലുള്ള ആ ഒരു ചൈതന്യത്തിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക്, മക്കൾക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.